നമസ്കാരം, FTV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഊർവശി, പാർവതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉള്ളൊഴുക്ക്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഒറ്റ കാഴ്ചയിൽ അവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. ഓരോ മനുഷ്യരും അവർക്കുള്ളിൽ സൂക്ഷിക്കുന്ന നിരവധി രഹസ്യങ്ങളുണ്ട്. തൻ്റെതായ കാരണങ്ങൾ കൊണ്ട് സ്വാർത്ഥമായ രഹസ്യങ്ങൾ ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അത്തരം രഹസ്യങ്ങളെക്കുറിച്ചാണ് ഉള്ളൊഴുക്കുന്ന ചിത്രം സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് താങ്ങും തണലുമായ രണ്ട് സ്ത്രീകളുടെ കഥയും കൂടിയാണ് ഉള്ളൊഴുക്ക് ചർച്ച ചെയ്യുന്നത്. തോമസ് ഊട്ടി വിവാഹം കഴിച്ച് കുട്ടനാട്ടിലെത്തുന്ന അഞ്ജു. തോമസ് ഊട്ടിയുടെ അമ്മയാണ് ലീലാമ്മ. ട്യൂമർ ബാധിതനായ തോമസ് ഊട്ടി കല്യാണം കഴിഞ്ഞ് അധികം നാൾ എത്തുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് കീഴടങ്ങുന്നു. തോമസ് ഊട്ടിയുടെ വീട് കുട്ടനാടായതുകൊണ്ട് കുട്ടനാട് മഴ പെയ്ത് വെള്ളം പോകുന്ന പ്രദേശമായതിനാൽ തോമസ് ഊട്ടിയുടെ ശവമടക്കിൽ അനിശ്ചിതത്വം നീളുന്നു. അതിനിടയിലാണ് ലീലാമ്മയും അഞ്ജുവും തമ്മിലുള്ള രഹസ്യങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ പ്രധാനമായും സംസാരിക്കുന്നത്. അഞ്ജുവിനെ അവതരിപ്പിക്കുന്ന പാർവതിയും ലീലാമ്മയെ എത്തുന്ന ഊർവശിയും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന സോൾ എന്ന് പറയുന്നത്. ഡ്രാമയാണ് ഈ ചിത്രം എന്ന് പറയാമെങ്കിലും ഈ ചിത്രത്തിന്റെ പ്രതലത്തിലൊരു ശാന്തതയുണ്ട്. അത് ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒഴുക്ക് ശക്തമാക്കുന്നതിന്റെ ഒരു ശാന്തതയാണ്. അതിനപ്പുറം ലീലാമ്മയും അഞ്ജുവും തമ്മിൽ ഉള്ളുകൊണ്ട് സംഘർഷത്തിലാകുന്നത് കൂടിയാണ്. നമ്മൾ കൃത്യമായി പ്രവചിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ കഥാഗതി മുന്നോട്ട് പോകുന്നതെങ്കിലും ചില എക്സ്പ്രഷൻസ് കൊണ്ടും ചില മാനസങ്ങൾ കൊണ്ടും ഊർവശിയുടെ ലീലാമ്മ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. മരുമകൾക്കൊരു പ്രണയമുണ്ടെന്ന് ലീലാമ്മ സംശയിക്കുന്നതും അത് തെറ്റിദ്ധാരണയാണെന്ന് കരുതുന്നതും ഒടുവിൽ അത് ഉറപ്പിക്കുന്നതുമൊക്കെ ഊർവശിയുടെ ചില എക്സ്പ്രഷൻസ്, സംഭാഷണങ്ങളൊന്നുമില്ലാതെ ഊർവശിയുടെ എക്സ്പ്രഷൻസ് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും. അഞ്ജു എന്ന നാട്ടിൻപുറത്തുകാരിയെ പാർവതി മനോഹരമാക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ ആദ്യ സീനിൽ തന്നെ മറ്റു ജാതിയിൽപ്പെട്ട ഒരാളുമായുള്ള പാർവതിയുടെ പ്രണയം എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ് തോമസ് ഊട്ടിയുടെ ജീവിതത്തിലേക്ക് അഞ്ജു കടന്നു വരുന്നത്. താൻ തെരഞ്ഞെടുക്കാത്ത ഒരു ജീവിതത്തിൽ വരുന്ന ട്രാജഡിയെ സ്വീകരിച്ച അഞ്ജുവിന്റെ എല്ലാ ഇമോഷൻസിനെയും വൈകാരികതയും വളരെ സ്വാഭാവികമായി തന്നെ പാർവതി അവതരിപ്പിച്ചിട്ടുണ്ട്. ചില സീനുകളിലൊക്കെ പാർവതിയുടെ ഓരോ ക്ലോസപ്പ് ഷോട്ടിലും പാർവതിയുടെ ഇമോഷൻസ്, ഡയലോഗ് ഡെലിവറിയിലൊക്കെ പാർവതി പുലർത്തുന്നൊരു കൈയടക്കം അത് ഏറ്റവും മികച്ചതായി തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ജൂളി ജോസഫിന്റെ കഥ പറഞ്ഞ കറിയൻ സൈനഡ് എന്ന ഡോക്യുമെന്ററിക്കും 2 ഷോർട്ട് ഫിലിമിനും ശേഷം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക്. കറിയൻ സൈനഡ് എന്ന ഡോക്യുമെന്ററി ഒരുപാട് നിരൂപക പ്രശംസ നേടിയിരുന്നു. ഡോക്യുമെന്ററിക്ക് അപ്പുറത്തൊരു ക്രൈം ഫിക്ഷൻ എന്ന രീതിയിലും ആ ചിത്രം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം എത്തിയ ചിത്രം എന്ന നിലയിൽ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനായി കാത്തിരുന്നത്. ആ പ്രതീക്ഷ നിരാശയായില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സിനി സ്റ്റാർ എന്നൊരു കോമ്പറ്റീഷനിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക്. ഓരോ കഥാപാത്രത്തിന്റെ വൈകാരിക തലങ്ങളും ചിത്രം കഴിഞ്ഞിട്ടും അതിനുള്ളിലേക്ക് തന്നെ നമ്മളെ കൊളുത്തി വലിക്കുന്ന ഒരു നറേറ്റീവാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ. ഈ ചിത്രം തുടങ്ങിയ ആദ്യ സീൻ മുതൽ കുട്ടനാടിന്റെ പശ്ചാത്തലം ഒക്കെ കാണിക്കുമ്പോൾ ചുറ്റും മഴയുണ്ടെങ്കിലും ആ മഴയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ കഥാപാത്രങ്ങളുടെ വൈകാരികതയിലും കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലും മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഷെന ജലാലിന്റെ ഛായാഗ്രഹണ മികവ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ഒരു കളർ ഗ്രേഡിംഗ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ നിലനിർത്തിയിട്ടുള്ള ഒരു മൂഡ് എന്ന് പറയുന്നത് ആ ചിത്രത്തിന് നല്ല ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കുന്നു. ചിത്രത്തെ തിയേറ്ററിൽ മികച്ച കാഴ്ചാനുഭവമാക്കി മാറ്റുന്നതിൽ സുഷിൻ ശ്യാമിന്റെ സംഗീതം വഹിച്ച പങ്കും വളരെ വലുതാണ്. അഞ്ജുവും ലീലാമ്മയും തമ്മിലുള്ള സംഘർഷങ്ങൾ ബിൽഡ് ചെയ്യുന്നതിൽ സുഷിൻ ശ്യാമിന്റെ ഒരു നേർത്ത സംഗീതം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രം കഴിഞ്ഞാലും അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഓർത്തിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള അഞ്ജു, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ലീലാമ്മ, അവസാനം ഒരു വള്ളത്തിൽ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. ഈ വർഷം തിയേറ്ററിൽ കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഉള്ളൊഴുക്കെന്ന് നിസ്സംശയം പറയാം. ഏറ്റവും മികച്ച തിരക്കഥയും മികച്ച പെർഫോമൻസും മികച്ച പശ്ചാത്തല സംഗീതവും മികച്ച ഛായാഗ്രഹണവും എല്ലാം കൂടി ചേരുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ മനസ്സോടുകൂടി കണ്ടിറങ്ങാൻ സാധിക്കുന്ന ചിത്രമായി തന്നെ ഉള്ളൊഴുക്ക് മാറുന്നു.